ഒരു ചായ കുടിച്ചിറങ്ങിയാലോ? നമുക്ക് വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. വിത്താണോ വിത്തൗട്ടാണോ? വിത്തൗട്ട്. ഒരു പ്രിക്കോഷനൊക്കെ ഉണ്ട്. അപ്പോ നമുക്ക് 2 ചായ തരേ. രണ്ടും വിത്തൗട്ട്. 2 വിത്തൗട്ട്. ഞങ്ങൾ കുറച്ചുകൂടി ആരോഗ്യ ജാഗ്രതയുള്ള ഇരുന്നട്ടെ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോകും. ചായക്കൊപ്പം എന്താ കടി വേണ്ടത്? ബിസ്ക്കറ്റ് വേണം രാവിലെ? രാവിലെ ഇവിടെ നല്ല വടയൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? രാവിലെ എങ്ങനെയാ പൊതുവെ ചായയൊക്കെ കൂടി രാവിലെ ഉണ്ടോ? ചായ കൂടി എനിക്ക് പിന്നെ പുറത്ത് ഹോട്ടലിൽ പോയി ചെറിയ ചായക്കടയിൽ പോയി കുടിക്കണം എൻ്റെ ഏറ്റവും ഇഷ്ടം. അപ്പൊ പൊടിച്ചായ അല്ല, അടിച്ച ചായ തന്നെ. സമാവർ ചായ. എന്താ പറയാ? സമാവർ ചായ. ഞാൻ സമാവർ ചായ നമ്മൾ കറക്റ്റ് കേട്ടിട്ടുണ്ട്. നമ്മൾ ഗൾഫിൽ പോകുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ആ ടീന്റെ ഒരു പോട്ടുണ്ടല്ലോ, മേലെ ഇങ്ങനെ പിന്നെ വെച്ച് അതിന്റെ ഒരു സമാവർ ചായ. ഇവിടെ സമാവർ ചായ ഉണ്ടാകും. ആണോ? ഓ, സമാവർ ചായ എന്നാണ് പറയുന്നത്. അതെന്താ സമാവർ ചായ? അതാണല്ലേ സമാവർ ചായ. നമ്മളവിടെ പറയുന്നത് അടിച്ച ചായ എന്നാണ്. ഇങ്ങനെ പൊക്കി അടിക്കുന്നില്ലേ? പക്ഷേ ഇവിടുത്തെ ഒരു പ്രയോഗമാണ്. എല്ലാ സമയത്ത് ചില റെസ്റ്റോറന്റ് പേരുകൾ സമാവർ എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. അത് ഇതാണല്ലേ? അത് ശരി. ഒരു പുതിയൊരു അറിവ് കൂടി കിട്ടി. പിന്നെ എങ്ങനെയാ മൊത്തത്തിൽ കുക്കിംഗ് ഒക്കെ താല്പര്യമുള്ള കൂട്ടത്തില്? കുക്കിംഗ് എനിക്കറിയാം, പക്ഷെ പിന്നെ അധികം അതിന് സമയം കിട്ടാറില്ല. ഭാര്യ സമ്മതിക്കാറില്ല. നമ്മൾ പോയാൽ ചിലപ്പോൾ അവിടെ വൃത്തികേടാക്കി വെക്കും. ഒരാളുടെ പണിക്ക് 4 പേര് കൂടി പണിയെടുക്കേണ്ടി വരും. പക്ഷെ ഞാൻ സ്വന്തമായി പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ സ്വന്തം കുക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചോറും കറി ഉണ്ടാക്കാൻ അറിയാം. ഓക്കെ. അപ്പോൾ 2 ചായ ഞങ്ങൾ കുടിക്കുകയാണ് രാവിലെ. അതും ഇവിടുത്തെ കുന്നുമ്മൽ. ഈ സ്ഥലത്തിന്റെ പേര് കുന്നുമ്മൽ അല്ലേ? കുന്നുമ്മലിലെ സമാവർ ചായ അല്ലേ? നല്ല സമാവർ ചായ. പൊളി, ഗംഭീരല്ലേ? സൂപ്പർ ചായ. അപ്പൊ ചായ കുടിച്ച് നമുക്ക് എപ്പോഴും ഒരു എനർജിയാണ്. രാവിലെ ഞാൻ ചിലപ്പോൾ 3-4 ചായ കുടിക്കും. ആണല്ലേ? ചൂടാകുമ്പോ അധികം കുടിക്കരുത് ഞങ്ങൾ തന്നെ പറയും. പക്ഷേ ചായ കുടിക്കാൻ ലക്ഷ്യമില്ല. അപ്പൊ ഇവിടുത്തെ ഈ ഡിബേറ്റ് കണ്ടപ്പോ എന്ത് തോന്നി? 2 പക്ഷമായിട്ട് വലിയൊരു ആവേശം തോന്നി. കാരണം ഇതാണ് ജനങ്ങളാണ് പറയേണ്ടത്. ജനങ്ങളുടെ ഒരു ഡിബേറ്റിലാണ് ശരിക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുക. ഗ്രൗണ്ട് നമ്മുടെ കൂടെ ഒരു ടാക്സി ഡ്രൈവർ ഉണ്ടായിരുന്നു. നമ്മുടെ ചുമടെടുക്കാൻ പോണ ഒരു തൊഴിലാളിയുണ്ട്, പ്രവാസി വ്യവസായി ഉണ്ട്. അപ്പൊ അവരെല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പറയുന്നതും മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് ശരിയായോ? ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പറഞ്ഞില്ലേ? കേരളത്തിലെ സാധാരണക്കാര് ഒരു പൊളിറ്റിക്കൽ അവയർഡാണ്. കാരണം അവര് എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവും. ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ ഏറ്റവും നല്ല രാഷ്ട്രീയം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ മറ്റുള്ള സംസ്ഥാനത്ത് പോയാൽ അവർ ആരാണ് ഭരിക്കുന്നത് പോലും അവർക്ക് അറിയില്ല. അപ്പോൾ അത്ര പൊളിറ്റിക്കൽ അവയർനെസ് അവർക്ക് കുറവാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ പൊളിറ്റിക്കലി സോഷ്യലി അവയർഡാണ്. എല്ലാത്തിനെ കുറിച്ച് ധാരണയുണ്ട്, കുട്ടികൾക്ക് ധാരണയുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ പ്രത്യേകത കേരളത്തിൽ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോളൂ, പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ BJP ഡീലാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ട് ഉയർന്നത്. അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ കേരളത്തിൽ പിണറായി വിജയൻ നരേന്ദ്രമോദിയുമായിട്ട് ഡീൽ ഉണ്ടാക്കുമെന്ന്? അല്ല, അവർ പല കാര്യങ്ങളും മുമ്പ് ഡീൽ ഉണ്ടായിട്ടുണ്ട്. PMC പോലുള്ള പദ്ധതികളിലൊക്കെ ഡീൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ ഈ ഒരു പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് മാർഗവും സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ചില നീക്കുപോക്കുകൾ അവർ നടത്തും എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത് പിന്നെ തെളിവുകൾ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതെ, അതൊക്കെ ഒരു ഊഹാപോഹങ്ങളാണ്. പക്ഷേ അതിൽ യാഥാർത്ഥ്യം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അങ്ങനെ ആരോപണങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ച് നമ്മുടെ യാത്ര തുടരുന്നു.